ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിട്ട ആ ഒരു വീഡിയോ, 8 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഒരു വീഡിയോ എത്തേണ്ടടുത്ത് എത്തി, കൊള്ളേണ്ടടുത്ത് കൊണ്ടു. അതിനുള്ള ഇമ്പാക്ട്, എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെയുള്ള റിയാക്ഷൻ ഇതാ വന്നിരിക്കുകയാണ്. ഉടനടി അത്രയും നാളില്ലാതിരുന്ന SITയുടെ നിർണായക നീക്കം ഉണ്ടാകുന്നു. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയൊരു നീക്കവുമായി SIT എത്തുകയാണ്. കോടതിയിൽ 17-ാം തീയതി രാഹുൽ മാങ്കൂട്ടം ഹാജരാകണമെന്നൊരു നീക്കം വരുന്നു. അതായത് പറഞ്ഞു വരുന്നത്, ഫെനി നയനാൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ അതിജീവിതമാരുടെ ചില പേരുകൾ അടക്കം, അല്ലെങ്കിൽ അതിജീവിതമാരുടെ പേരുകളും വിവരങ്ങളും വ്യക്തി വിവരങ്ങളും അറിയുന്ന തരത്തിലടക്കമുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് മനഃപൂർവ്വം ഫെനി നയനാനെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇടിയിച്ചത് എന്നുള്ള വലിയ കണ്ടുപിടുത്തം SIT നടത്തിയിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് SIT ഇപ്പോഴിതാ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. കോടതി 17-ാം തീയതി രാഹുൽ മാങ്കൂട്ടം ഹാജരാകണമെന്ന് പറയുന്നു. ഇനി അടുത്ത SITയുടെ നീക്കം എന്ന് പറയുന്നത്, നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു, അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പൂർണ്ണമായും രാഹുലിന്റെ ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്ന നീക്കമായിരിക്കാം ഒരുപക്ഷെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു നീക്കത്തിൽ എല്ലാവരും പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. രാഹുൽ ഇന്നലെ പറഞ്ഞ വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ചോദിച്ച ആ ചോദ്യം ഇവിടെ കൊള്ളേണ്ടടുത്ത് കൊണ്ടിരിക്കുന്നു. 778 കോടി രൂപ കൊണ്ട് സർക്കാർ എന്തു ചെയ്തു എന്ന രാഹുലിന്റെ ചോദ്യം, DYFI പ്രവർത്തകർ സമാഹരിച്ച തുക കുറച്ചധികം നാളുകൾക്ക് ശേഷം മുഖ്യമന്ത്രിക്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയത് എന്തുകൊണ്ട്, പലിശ അത് എവിടെ പോയി എന്നൊക്കെയുള്ള നിർണായകമായ ചോദ്യം. 178 വീടുകൾ കൈമാറുന്ന ചടങ്ങ് മാത്രം നടത്തി, അതൊരു PR വർക്ക് മാത്രമാണ്. ഒരു വീട്ടിൽ പോലും ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നില്ല എന്ന വാസ്തവം വിളിച്ചു പറഞ്ഞതുകൊണ്ട്, ഒരു വീട്ടിൽ പോലും ആൾ താമസമില്ല എന്ന സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട്, 299 കോടി ടൗൺഷിപ്പിൽ നീക്കി വെച്ചു എന്നും അത് ടെൻഡർ ഇല്ലാതെ ഊരാളിങ്കലിന് കൊടുത്തു എന്ന സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ടും ഒക്കെയാണോ SIT പെട്ടെന്ന് മുളച്ചു പൊന്തി ഈ ഒരു നീക്കം നടത്തിയത് എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതമാർക്ക് ഫെനി നയനാന്റെ ഭീഷണിയായിരുന്നു കഴിഞ്ഞ ദിവസം ആ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് പലരും പറഞ്ഞത്. അതിജീവിതയും കുടുംബവും ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഫെനി നയനാന്റെ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ അതിജീവിതയെ നാടകക്കാരി എന്നും ഫെനി അധിക്ഷേപിച്ചിരുന്നു. അതിജീവിതമാർ വ്യാജ പരാതിക്കാരികളാണ് എന്നും ഫെനി നയനാൻ ആക്ഷേപിച്ചു. ഫേസ്ബുക്കിലൂടെയായിരുന്നു ഫെനി നയനാന്റെ പ്രതികരണം. അതിജീവിതമാർ പോലീസിൽ പരാതി നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് ഫെനിയുടെ ഈ ഭീഷണി. ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം പരാതി നൽകി താൻ സൈബർ അറ്റാക്ക് ചെയ്തെന്നാണ് പറയുന്നത്. എവിടെയാണ് സൈബർ അറ്റാക്ക് നടന്നത് എന്ന് ഫെനി ചോദിക്കുന്നു. അതായത് ഈ പോസ്റ്റാണ് ഫെനി നയനാനെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇടിയിച്ചത് എന്ന കണ്ടുപിടുത്തം ഇപ്പോൾ SIT നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ എല്ലാം തന്നെ, അതായത് ഈ ഒരു പോസ്റ്റിന് പിന്നിൽ എല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നീക്കം നടത്തുന്നത്. അതായത് രാഹുൽ മുഖ്യമന്ത്രിക്ക് നീട്ടിയ ആ ചൂണ്ടുവിരലുകൾ ഒടിച്ചു കളയാനുള്ള ശ്രമമാണ്. ആ ശ്രമം ഏതായാലും വകവെക്കില്ല, വിലയ്ക്ക് പോകില്ല എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. 17-ാം തീയതി രാഹുൽ മാങ്കൂട്ടം ഹാജരാകണമെന്നാണ് പറയുന്നത്. എന്തായാലും ആ പോസ്റ്റ് നമുക്ക് നോക്കാം. ഫെനി ഞാൻ ഇട്ടത്, സോറി, പോസ്റ്റ് ഇടാൻ 2-3 ദിവസം വൈകി, ചില അന്വേഷണങ്ങളിൽ ആയിരുന്നു, അത് പൂർത്തിയായിട്ട് വിശദമായി തന്നെ എഴുതാം. ഇപ്പോൾ ഒരുപാട് തവണ വന്ന ബിഗ് ബ്രേക്കിംഗ് ഉണ്ട്. ഫെനി നയനാൻ അതിജീവിതയെ സൈബർ അറ്റാക്ക് നടത്തിയതിനെതിരെ കേസ്. ഈ ബ്രേക്കിംഗ് ചെയ്ത വാർത്തകളുടെ പിന്നീടുള്ള വാർത്തകൾ കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പറയാം. കാനഡയിലുള്ള പരാതിക്കാരി എനിക്കെതിരെ കേസ് കൊടുത്തു. അത് വലിയ വാർത്തയായി. പോലീസ് ആ കേസ് അന്വേഷിച്ചിട്ട് അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി അവരത് അർഹിക്കുന്ന കുപ്പയിൽ വലിച്ചെറിഞ്ഞു. ഞാൻ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടോ മിണ്ടിയിട്ടോ ഇല്ലാത്ത ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഞാൻ അതിനെ തട്ടിക്കൊണ്ടു പോവുകയും ഒരു ഹോം സ്റ്റേയിൽ എത്തിക്കുകയും ചെയ്ത് അവിടെ വെച്ച് രാഹുൽ MLA പീഡിപ്പിച്ചു എന്ന കള്ളക്കേസ് കൊടുത്തത്. അത് അന്ന് വലിയ വാർത്തയാവുകയും എന്റെ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുകയും ചെയ്തു. അത്ര ഗുരുതരമായ ഒരു ആരോപണമായിട്ട് കൂടി എന്നെ ഒരു വട്ടം പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചതല്ലാതെ പ്രതിയാക്കിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ പരാതിയിലെ കള്ളത്തരം മനസ്സിലായല്ലോ. ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം വീണ്ടും പരാതി കൊടുത്തിരിക്കുന്നു, ഞാൻ അതിനെ സൈബർ അറ്റാക്ക് ചെയ്തു എന്ന്. എവിടെയാണ് സൈബർ അറ്റാക്ക് നടന്നത്? അന്നു ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു, ഈ പുകമറയും മുഖം മൂടിയും ഉടനെ അഴിയും. എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത താങ്കളെ നിയമപരമായി പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കും. അപ്പോൾ ഈ വ്യാജ ഐഡന്റിറ്റിയും പോലീസ് ബന്ധവും ബാംഗ്ലൂർ സ്ഥിരതാമസക്കാരി എന്ന നാടകവും ഒക്കെ പൊളിക്കും. രണ്ടാമത്തെ പരാതിക്കാരിയോട് പറയാം, ആരൊക്കെ ഈ കേസ് വിട്ടാലും ഞാൻ വിടില്ല. ഒരു വ്യാജ പരാതി കൊടുത്താൽ ഉണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തും താങ്കളും താങ്കളുടെ കുടുംബവും നന്നായി അറിയും.
ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നവർ അന്ന് കൂടെ കാണില്ല. അപ്പോൾ ഇനി നമ്മൾ നേരിട്ട് കാണും. ഇതാണ് രാഹുൽ മാങ്കൂട്ടം പറയിപ്പിച്ച് ഫെനിയെ കൊണ്ട് എഴുതിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിജീവിതമാരെ വലിച്ചു കീറുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇവിടെ പലരും പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചിരുന്ന അല്ലെങ്കിൽ ഈ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്ത എല്ലാ കാര്യവും ശരിയാണ് എന്ന് ആരും പറയുന്നില്ല. പക്ഷെ രാഹുലിനോടുള്ള ഈ വൈരാഗ്യ ബുദ്ധിയോടുള്ള പ്രവർത്തികൾ അത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ രാഹുലിനെ പാർട്ടിയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും ഒക്കെ തന്നെ മാറ്റി നിർത്തുന്നത്. പക്ഷെ എന്നാലും രാഹുൽ ശക്തമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ ചോദ്യവുമായി വന്നത്. അപ്പോൾ ഈ കറിക്ക് കുറച്ചുകൂടി മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടി രാഹുലിന്റെ ഈ ഒരു കേസ് തന്നെ ഇപ്പൊ പൊങ്ങി വന്നത്. എന്തായാലും ജനങ്ങൾ അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തായാലും 17-ാം തീയതി രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ ഹാജരാകുമോ ഇല്ലയോ, ഹാജരായി കഴിഞ്ഞാൽ എന്തൊക്കെ നീക്കമായിരിക്കും നടക്കുക എന്ന് കാത്തിരുന്നു കാണാം. പ്രസവവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ 778 കോടി രൂപയുടെ സർക്കാർ എന്ത് ചെയ്തു എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടം പ്രധാനമായും ചോദിച്ചത്. ടൗൺഷിപ്പിലെ വീടുകൾ കൈമാറ്റം ചെയ്തുകൊണ്ട് നടത്തിയ ചടങ്ങ് വെറും PR വർക്ക് ആയിരുന്നുവെന്നും വയനാട്ടിൽ സർക്കാർ കൈമാറിയ 178 വീടുകളിൽ ഒന്നിൽ പോലും ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നില്ല എന്നും പാലക്കാട് MLA ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. വയനാട് ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട ഫണ്ട് സമാഹരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാവണം. എന്നാൽ ആ ചോദ്യങ്ങൾ ഏകപക്ഷീയമാകരുത് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. ടൗൺഷിപ്പിലെ ഒരു വീട്ടിലും ആളുകൾക്ക് താമസിക്കാനുള്ള അടിസ്ഥാന സൗകര്യമില്ല. പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെടുന്ന വീടുകളിൽ ഒന്നിൽ പോലും ആൾ താമസമില്ല. ടൗൺഷിപ്പിന് നീക്കിവെച്ചത് 290 കോടി രൂപയാണ്. അത് ടെൻഡർ ഇല്ലാതെ ഊരാളുകൾക്ക് നൽകി. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഇത്രയും അധികം തുക ആവശ്യമില്ല. ബാക്കി തുക CPM-കാർ വയർ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ന ചോദ്യമാണ് രാഹുൽ ഉന്നയിക്കുന്നത്. ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ഓഡിറ്റ് വേണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ ആവശ്യങ്ങൾക്ക് പിന്നാലെ വരുന്ന രാഹുലിനെ പൂട്ടാനുള്ള, അതായത് ഇനി നിങ്ങൾ വീണ്ടും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു പെണ്ണ് കേസിനെ ഞങ്ങൾ എടുത്തിട്ട് വീണ്ടും അലക്കും, അല്ലെങ്കിൽ വലിയൊരു കുഴി വീണ്ടും നിങ്ങൾക്ക് വേണ്ടി കുഴിക്കും എന്നാണ് എതിർ ദിശയിലുള്ള എതിർ ചേരിയിലുള്ളവർ പറയുന്നത് ആണോ എന്നാണ് പലരും ചോദിക്കുന്നത്.